എല്ലാ പ്രതിരോധ മാർഗങ്ങളും പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് വന്യജീവികളെ തടയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പരീക്ഷിക്കുന്നത്. ബലമുള്ള പ്രത്യേക ബെൽറ്റുകളും വലിയ സ്റ്റീൽ തൂണുകളും സ്പ്രിങ്ങുകളും ഉപയോഗിച്ച 12 അടി ഉയരത്തിലാണ് എലിഫെൻസിന്റെ നിർമ്മാണം. സോളാർ വൈദ്യുതി കടത്തിവിടുന്നതിനാൽ മൃഗങ്ങൾക്ക് വേലിയിൽ തൊടാനാകില്ല. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനൊപ്പം മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനവുമുണ്ട്. മൃഗങ്ങൾ 100 മീറ്റർ അകലത്തിലെത്തുമ്പോൾ തന്നെ ലൈവ് ദൃശ്യങ്ങളടക്കം വനം വകുപ്പിന്റെ എല്ലാ തലത്തിലുള്ള ഓഫീസുകളിലും ലഭിക്കും. പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ അലാറങ്ങളും ലൈറ്റുകളും ഉണ്ടാകും. പരീക്ഷണം വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എലിഫെൻസ് കാണാനെത്തിയ വനം മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പരീക്ഷണമാണല്ലോ, ആ പരീക്ഷണം വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ സമാനമായ ശാസ്ത്രീയമായ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കർഷകരെ സഹായിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എറണാകുളത്തെ വൈറ്റ് എലിഫന്റ് ടെക്നോളജീസ് ആണ് സ്മാർട്ട് ഫെൻസിംഗ് നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉണ്ട്, പ്ലസ് ഒരു കുറച്ച് നേരത്തിനോ കുറച്ച് മണിക്കൂറിനോ ഇല്ല, ഈവൻ ഫോർ എ ഡേ ആനയെ പിടിച്ചു നിർത്താൻ പറ്റും നമുക്ക്. അപ്പോൾ പ്രത്യേകത ഒരു തരം ബെൽറ്റാണിത്. ദിസ് ഇസ് കോൾഡ് ലാഷിംഗ് ബെൽറ്റ്സ് എന്ന് പറയും. ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചേലക്കൊല്ലി വനമേഖലയിൽ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്മാർട്ട് വേലി നിർമ്മിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമലുണ്ട് നമുക്ക് എലിഫൻസിനെ പറ്റി പറഞ്ഞു തരാനായിട്ട്. കമലയുടെ പേര് തന്നെ എന്തായാലും അടിപൊളിയാണ്, എലിഫൻസ് എന്ന് പറയുന്നത്. എലിഫൻസ് പരീക്ഷണാടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നത്. അത് വിജയിക്കേണ്ടത് നമ്മുടെ ഒക്കെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം വരെ ഈ കാട്ടാനകൾ പുറത്തിറങ്ങി പരാക്രമം കാട്ടുന്ന ദൃശ്യങ്ങളും വാർത്തകളൊക്കെ വയനാട്ടിൽ നിന്ന് വരുമ്പോഴാണ് ഈ ഒരു സാധ്യത പരീക്ഷിക്കുന്നത്. എന്താണ് എലിഫൻസിൻ്റെ ആ മാർഗം, എങ്ങനെയാണ് ആ ടെക്നോളജി അത് പ്രവർത്തിപ്പിക്കുന്നത്, എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് എല്ലാവരും? വയനാട്ടിൽ തന്നെ ഈ കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതും മറ്റ് മൃഗങ്ങളെ പ്രതിരോധിക്കാനൊക്കെ പല പരീക്ഷണങ്ങൾ നമ്മൾ കണ്ടതാണ്. ആദ്യകാലത്തൊക്കെ കിടങ്ങുകളായിരുന്നു, അത് പിന്നീട് സൗരോർജ്ജ വേലിയായി. ഇപ്പോൾ അടുത്ത കാലത്ത് റെയിൽപാള ഫെൻസിങ്, റോപ്പ് ഫെൻസിങ്, അങ്ങനെ പലതും വന്നു. ഇതൊക്കെ ആനകൾ മറികടക്കുന്നത് നമ്മൾ കണ്ടു. റെയിൽപാള വേലിയൊക്കെ ആന കവച്ച് വെക്കുന്ന ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചതാണ്. നമ്മളും അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം കർഷക സമര നേതാവ് PT ജോൺ സ്വന്തം കൃഷിയിടത്തിൽ തേനീച്ച പെട്ടികൾ വേലിയിൽ തൂക്കിയിട്ട് ആനകളെ വിജയകരമായി പ്രതിരോധിക്കുന്ന സംഭവവും നമ്മൾ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ പുതിയൊരു പരീക്ഷണമാണ് നടത്തുന്നത്. വനം വകുപ്പ് തന്നെ മുൻകൈയെടുത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI ഉപയോഗിച്ച് എങ്ങനെ വന്യജീവികളെ പ്രതിരോധിക്കാം എന്നതാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമം. ഏതാണ്ട് 70 മീറ്റർ നീളത്തിലാണ് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ ചേലക്കൊല്ലിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു വേലി നിർമ്മിക്കുന്നത്. എറണാകുളത്തുള്ള കമ്പനിയാണ് ഇത് നിർമ്മിക്കുന്നത്. പ്രത്യേകതരം ബെൽറ്റുകളും, വളരെ ബലമുള്ള ബെൽറ്റുകൾ, അതുപോലെ സ്റ്റീലിൻ്റെ തൂണുകൾ, സ്പ്രിങ്ങുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ വേലി നിർമ്മിക്കുന്നത്. ഇത് പല പ്രത്യേകതകളാണ് ഇതിനുള്ളത്. ഇതിൽ സോളാർ വൈദ്യുതി ഇതിൽ കണക്ട് ചെയ്യും. അങ്ങനെ ഷോക്കടിച്ച് മൃഗങ്ങൾക്ക് ഇത് തൊടാൻ കഴിയില്ല, അതൊന്ന്. മറ്റൊന്ന്, ഇത് വളരെ ബലമുള്ളതാണ്. ഈ ബെൽറ്റ് ആനയ്ക്ക് തള്ളിമറിക്കാനോ ഒന്നും കഴിയില്ല എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഒരു 100 മീറ്റർ അകലെ നിന്ന് തന്നെ വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയും. അത് സമീപത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ വനം വകുപ്പിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരെ കണക്റ്റഡ് ആയിരിക്കും. അവിടങ്ങളിലൊക്കെ ഇതിൻ്റെ വിവരം കിട്ടും. തത്സമയ ദൃശ്യങ്ങളടക്കം ഏറ്റവും മികച്ച ക്യാമറകൾ ഉപയോഗിച്ച് 4K സാങ്കേതിക വിദ്യയിൽ തന്നെ ഈ വിഷ്വൽസൊക്കെ കിട്ടും. അത്തരത്തിൽ ഈ മുന്നറിയിപ്പ് സംവിധാനം എന്ന നിലയിലും ഇത് ഉപകാരപ്രദമാണ്. മറ്റൊന്ന്, ഈ വേലിയിൽ നിന്ന് അലാറവും അതുപോലെ സിഗ്നൽ ലൈറ്റുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ പരിസരവാസികൾക്ക് വന്യജീവി സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാകും. അങ്ങനെ പല കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. 12 അടി ഉയരത്തിലാണ് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നിർമ്മിക്കുന്നത്. നിലവിൽ ഒരു ചതുപ്പ് പ്രദേശത്താണ്. അത്തരം പ്രദേശത്ത് സാധാരണഗതിയിൽ കന്മതിലുകളും വേലികളൊന്നും നിർമ്മിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്താണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വനം മന്ത്രി AK ശശീന്ദ്രൻ തന്നെ ഇവിടെ സന്ദർശിച്ചു. നിർമ്മാതാക്കൾ അതിനെക്കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് നൽകുകയുണ്ടായി. എന്തായാലും മന്ത്രി ഇക്കാര്യത്തിൽ ശുഭപ്രതീക്ഷയാണ് പങ്കുവെച്ചത്. ഒരുപക്ഷെ ഈ സംവിധാനം വിജയിക്കുകയാണെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കാനാകും. അത് ആ സംഘർഷം വലിയൊരളവ് വരെ ലഘൂകരിക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്തായാലും ഒരു പക്ഷേ ആവാതിരിക്കട്ടെ, അതെന്തായാലും വിജയിക്കട്ടെ. എലിഫൻസ് എന്ന് പറയുന്നത് വനാതിർത്തിയിൽ ആകെ ഒരു ഫെൻസിംഗ് ആയി മാറട്ടെ എന്നുള്ളതാണ്. അപ്പം